ഇന്ന് പെപ്പർ ചിക്കനായിട്ട് അതിന് കറുവപ്പട്ട, പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഗ്രാമ്പു, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവോള, പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. ഇത്ര പോരെയാണ് വേണ്ടത്. പിന്നെ ആദ്യം ഈ കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഗ്രാമ്പും അതിൻ്റെ മറ്റേ ഇലയും അതൊക്കെ എടുത്തിട്ടിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കേട്ടോ, ജസ്റ്റ് എല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് എന്തിട്ടു, ഇഞ്ചി ഇട്ടു. ഇഞ്ചി ചതച്ച് വെച്ച് ഇഞ്ചി കേട്ടോ ഇട്ട്. അതിന് ശേഷം നമ്മൾ സവോള നല്ല നീർങ്ങനെ അരിഞ്ഞത്, അല്ലെ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞാലും മതി. ഞാനിപ്പോൾ ഇവിടെ നീർങ്ങനെ രീതിയിൽ അരിഞ്ഞിട്ടാണുള്ളത്. അതിട്ടിട്ട് പിന്നെ ഇതാ പച്ചമുളക് കൂട്ടിയിട്ട് നല്ലോണം അങ്ങ് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടിയിട്ട് വഴറ്റിയാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, വേഗം വഴണ്ട് വരും കേട്ടോ സവോള. എന്നിട്ട് നല്ലോണം അങ്ങ് വഴയട്ടെ. അതിന് ശേഷം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, നല്ല വേഗമാവും. നല്ലോണം ഇളക്കി വഴണ്ട് വന്നതിന് ശേഷം നമ്മളിപ്പം എന്താ ചെയ്യുന്നത്, പെരിഞ്ജീരകവും ജീരകവും, നല്ല ജീരകം എന്ന് പറയും, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. അത് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതിട്ട വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതാ കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇതിട്ടിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കും. പെപ്പർ ചിക്കനിൽ മുളക് പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അത് വെച്ചിട്ടാണ് നല്ല ടേസ്റ്റിൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത്. വഴണ്ട് വന്നതിന് ശേഷം അതിൻ്റെ പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറണ്ടേ. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടുമെന്ന്. ഇടയ്ക്ക് കുറച്ചിട്ടിട്ട് ഇളക്കുക, എന്നിട്ട് ആദ്യം ഇടും. ബാക്കിയും കൂടി ഇട്ടിട്ട് ഇളക്കുക. ബാക്കിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ. ചിക്കൻ വേവാനില്ല വെള്ളം മാത്രം മതി, അധികം വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. ഇത്രയും വെള്ളം വേണമെന്നില്ല. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഇത്രയും വെള്ളം വേണമെന്നില്ല. തൽക്കാലം ഇങ്ങനെ വിട്ടിട്ട് അടച്ച് വെച്ച് വേവട്ടെ. അത് നല്ലോണം വെന്തതിന് ശേഷം ബാക്കി ചെയ്യാം. ഇത് തിളച്ചു കിട്ടാം. അതിന് ശേഷം ഇത് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ജീരകവും പെരുംജീരകവും കൂടി, ആ മിക്സും കൂടി ഇടുക. ഇതും പെപ്പർ ചിക്കൻ്റെ മെയിൻ സാധനം കേട്ടോ. അത് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണല്ലോ. പെരുംജീരകവും കറുവപ്പട്ട ആ സാധനങ്ങളൊക്കെ വരുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. കുറച്ചുകൂടി തിളച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് വേവട്ടെ, ചിക്കൻ വേവാൻ സമയം എടുക്കുമല്ലോ. നല്ലോണം തിളച്ചിട്ടുണ്ട് കണ്ട, നല്ലോണം തിളച്ച് പത വരുന്നുണ്ട. നല്ലോണം ആയിട്ടുണ്ട്. ഗ്രേവി ഒക്കെ ആയിണ്ട കണ്ട, എന്താ കളറ്, എന്താ ലുക്കല്ലേ. ഞാനാക്കിയോണ്ടല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ വറുത്തിടണമെന്നൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ മേലെ കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, നല്ല മണം വരും. അപ്പോൾ പ്രത്യേക മണമാണ്, അറിയാലോ. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പം പ്രത്യേക മണമാണല്ലോ. ഈ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് മണവുമാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ടാവും ഇപ്പം ചിക്കൻ. എന്താണ് അതിൻ്റെ മണം വരുന്നത്, ആ പുക വരുന്നുണ്ട്, അത് അതിൻ്റെ മണമാണ്. കണ്ടാ, നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അധികം പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. താങ്ക് യു.